കോൺഗ്രസിൽ നിന്നും ഇനിയും കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൗരവകരമായ ചർച്ചകൾ ആവാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടക്കാലത്ത് വിവിധ വിവാദങ്ങളിൽ ചെന്നുപെട്ട മുതിർന്ന നേതാക്കൾക്ക് റിപ്പോർട്ടിൽ വിമർശനവുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. 6 തുടങ്ങി ഫെബ്രുവരി 9 വരെയാണ് സംസ്ഥാന സമ്മേളനം. ജമാഅത്ത് ഇസ്ലാമിയുടെയും കാസിയുടെയും പ്രവർത്തനം പ്രതിരോധിക്കണമെന്നും അൻവറിനെ പോലെയുള്ള സ്വതന്ത്രന്മാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ പാലക്കാട് സരിനെ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രിയും LDF കൺവീനറുമായിരുന്ന EP ജയരാജനും കടുത്ത വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. സജി ചെറിയാന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ ജാഗ്രത വേണം. മാത്രമല്ല, ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പ്രവർത്തന വീഴ്ചകളിലാണ്. സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിന്നത് ഗൗരവകരമാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സമ്മേളന സമയത്ത് മാത്രമാണ് EP സജീവമായതെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പാർട്ടി നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സഹകരണ ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നേതാക്കളും പാർട്ടി അംഗങ്ങളും വൻ തുകയെടുത്ത് അവ തിരിച്ചടയ്ക്കാതിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പ്രവർത്തന റിപ്പോർട്ടിൽ ലീഗുമായുള്ള ചർച്ചകൾക്ക് സമ്മതം മൂളിയെങ്കിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ലീഗിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഒരേ സമയം ലീഗിനെ തട്ടിയും തലോടിയുമാണ് CPM മുന്നോട്ടു പോകുന്നതെന്ന് ഏറ്റവും പുതിയ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ലീഗിനും കോൺഗ്രസിനുമെതിരെ കടുത്ത വിമർശനമാണ് MV ഗോവിന്ദൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഉന്നയിച്ചത്. സംസ്ഥാനത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് MV ഗോവിന്ദൻ ഉന്നയിച്ച ആരോപണം. മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുന്നുവെന്നും അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. അതേസമയം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സ്ഥലം MLA മുകേഷിന്റെ അസാന്നിധ്യം ചർച്ചയാവുന്നുണ്ട്. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുകേഷിന് പാർട്ടി നേതൃത്വം അപ്രഖ്യാപിത വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. നടി നൽകിയ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ തെളിവുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കി പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമ്മേളന വേദി എത്തേണ്ടതില്ലെന്ന നിർദ്ദേശം CPM സ്ഥലം MLAക്ക് നൽകിയത്. പരിപാടികളിൽ മുകേഷിനെ പങ്കെടുപ്പിക്കേണ്ടെന്നും പോസ്റ്ററുകളിൽ പടം വെക്കേണ്ടതില്ലെന്നും പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ജില്ലയിൽ നിന്നുള്ള MLAമാരെല്ലാം വേദിയിലോ സദസ്സിലോ ഉണ്ടാകാറുണ്ട്. എന്നാൽ കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ മുകേഷ് ജില്ലയിലെ ഇല്ല. അദ്ദേഹം തിരുവനന്തപുരത്തോ എറണാകുളത്തോ ആണെന്നാണ് സൂചന. ലൈംഗിക ആരോപണ കേസ് വന്നപ്പോൾ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നു വന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത്. കേസിൽ നേരത്തെ നടന് മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു.